തൃശ്ശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വീറും വാശിയും കനക്കും. മേയർ എം കെ വർഗീസ് LDFന് വേണ്ടി പ്രചാരണം നടത്തില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം സ്വാഭാവികമായും ഉയരുകയാണ്, മേയർ BJPയിലേക്ക് പോകുമോ എന്നുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ പിന്നാമ്പുറ ചർച്ചകൾ നടക്കുന്നു എന്ന വാർത്തകൾക്കിടെ മേയറെ പരസ്യമായി സ്വാഗതം ചെയ്തിരിക്കുക തന്നെയാണ് BJP. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് BJP തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിൽ ഒരുങ്ങിയിരിക്കുന്നത് തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3,00,000 വോട്ടിന് ജയിക്കാൻ സുരേഷ് ഗോപിക്ക് സഹായകരമായത് കോർപ്പറേഷൻ പരിധിയിലെ വോട്ടുകൾ കൂടി തന്നെയാണ്. 36 ഡിവിഷനുകളിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ഡിവിഷനുകൾ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷയും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ് BJPക്ക് വിജയം നൽകിയത് എന്നും അതേ തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുമാണ് LDFും UDFും കരുതിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒപ്പത്തിനൊപ്പം പ്രധാന മുന്നണികൾ എത്തിയതോടെയാണ് വിമതനായിരുന്ന MK വർഗീസ് മേയറായതും ഇടതുപക്ഷം ഭരിച്ചതും. എങ്കിലും സുരേഷ് ഗോപിയെ പുകഴ്ത്തിയും ഒപ്പം ചേർന്നുമായിരുന്നു വർഗീസിൻ്റെ ഓരോ നീക്കങ്ങളും. ഇത് അടുത്ത ടേമിലേക്കുള്ള കളം വെട്ടലാണോ എന്ന് സംശയിക്കുന്നവർ ഇടത് ക്യാമ്പിൽ തന്നെയുണ്ട്. ഇനി യഥാർത്ഥ ലക്ഷ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. TN പ്രതാപനേക്കാൾ മികച്ച പിന്തുണ MP എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് മേയറുടെ നിലപാട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. 3 മാസത്തെ വിശ്രമമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് മേയറുടെ പ്രതികരണം. അതോടെ മറ്റൊരു ചോദ്യം കൂടി ഉയർന്നു വരികയാണ്, BJPയിൽ ചേർന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ളത്. മേയർ ലക്ഷ്യമിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നാണ് തൃശ്ശൂരിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ കരുതുന്നത്. അതിനിടെയാണ് ഇന്ന് BJP അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വം അംഗീകരിച്ചാൽ MK വർഗീസിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് BJP സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന് പുറമെ BJP കേരളത്തിൽ വലിയ പ്രതീക്ഷയിൽ കാണുന്ന ഒരു കോർപ്പറേഷൻ തന്നെയാണ് തൃശ്ശൂർ. ഭരണം പിടിക്കുക പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ സീറ്റ് നേടാൻ BJP ശ്രമിക്കുകയാണ്. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാൽ ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നും BJP നേതൃത്വം വ്യക്തമായി കരുതുന്നുമുണ്ട്. കലിംഗ് സംവാദം നിർത്തി SJ കോഫി ടൈംസുമായി സുരേഷ് ഗോപി വീണ്ടും എത്തിയത് ഈ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്.